Hello everyone. So last video we pipelines discuss pipelines concept and pipelines branches create standard input commands pipelines okay. Alias concept explain pipeline discuss okay. Data command full data file write okay. Date.txt okay. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ യൂസർ ഡയറക്ടറിയിലാണ്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഫയൽ നെയിം മാത്രം പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ലൊക്കേഷനിൽ ഫയൽ റൈറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ പാത്ത് കൂടെ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അതായത് /etc എന്ന് പറയുന്ന ഡയറക്ടറിക്കകത്ത് നിങ്ങൾക്ക് ഈ date.txt ക്രിയേറ്റ് ചെയ്ത് അവിടെ റൈറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ പാത്ത് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഞാൻ ഫോർ സിംപ്ലിസിറ്റി ഞാനിവിടെ ഈ എൻ്റെ യൂസർ ഡയറക്ടറിക്കകത്ത് തന്നെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഞാൻ കട്ട് കമാൻഡ് ഉപയോഗിച്ചിട്ട് -d സ്പേസ് വെച്ച് ഡെലിമിറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഫോർത്ത് പാർട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ഫോർത്ത് പാർട്ട് ബേസിക്കലി ടൈമാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ അതിവിടെ നിന്ന് ടൈപ്പ് ചെയ്തെടുത്തത് -f ആണ്. time.txt എന്നിട്ട് echo time is ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പൈപ്പ് ലൈൻ. ഓക്കെ, ഇതൊന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് ടൈം ഈസ് എന്ന് പറഞ്ഞ് ടൈം പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. നിങ്ങളോട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ എക്കോ എന്ന് പറയുന്ന കമാൻഡിന് ഇൻപുട്ട് കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതേപോലെ ഇത് പൈപ്പ് ലൈനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സിനാരിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചിരിക്കുക, അതായത് ഒരു കമാൻഡിന് കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് നിങ്ങൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രയോറിറ്റി എപ്പോഴും കമാൻഡ് ലൈൻ ആർഗ്യുമെൻ്റ് ആയിട്ട് വരുന്ന ഇൻപുട്ടായിരിക്കും. ഓക്കെ, സ്റ്റാൻഡേർഡ് ഇൻപുട്ടായിട്ട് വരുന്ന ഡാറ്റാസ് അത് സെക്കൻഡ് പ്രയോറിറ്റി ആയിട്ട് എടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പൈപ്പ് ലൈൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡേറ്റ എന്ന് പറയുന്ന കമാൻഡിൻ്റെ ഔട്ട്പുട്ട് ബേസിക്കലി ഒരു ഫുൾ ഗ്രീൻ വിച്ച് മീൻ ടൈമിൽ ഫുൾ ഡേറ്റ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ ഫയലിലേക്ക് റൈറ്റും ചെയ്യുന്നു, അതേപോലെ കട്ട് എന്ന് പറയുന്ന കമാൻഡിലേക്കും പാസ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ ടി എന്ന് പറയുന്ന കമാൻഡ് അതാണല്ലോ ചെയ്യുന്നത്, അതായത് സെപ്പറേറ്റ് ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ സെയിം ഡേറ്റ കട്ട് എന്ന് പറയുന്ന കമാൻഡിലേക്ക് വരുമ്പോൾ അത് സ്പേസിനനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഫോർത്ത് പാർട്ടാണ് എടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് ആ ഫോർത്ത് പാർട്ടിനെ time.txt എന്ന് പറയുന്ന ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്നു, എക്കോ കമാൻഡിലേക്കും പാസ് ചെയ്യുന്നു. എക്കോ കമാൻഡ് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് സ്വീകരിക്കാത്തത് കൊണ്ടാണ് xrs എന്ന് പറയുന്ന കമാൻഡ് നമുക്ക് എക്കോയിന് മുമ്പേ ആഡ് ചെയ്യേണ്ടി വന്നത്. ഓക്കെ, അപ്പോൾ എക്കോ കമാൻഡിൽ പക്ഷേ കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം പ്രിൻറ്റ് ചെയ്യുന്നത് ടൈം ഈസ് എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും. എന്നിട്ടായിരിക്കും നമ്മൾ ഈ എക്കോയിലേക്ക് വരുന്ന ഡാറ്റ പ്രിൻറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഒക്കെ നമ്മൾ ഇതൊന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ, ടൈം ഈസ്, എന്നിട്ടാണ് എക്കോ എന്ന് പറയുന്ന കമാൻഡിലേക്ക് വന്ന ടൈം എന്ന് പറയുന്ന വാല്യൂ ഇതിലേക്ക് വന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പൈപ്പ് ലൈനിൻ്റെ ലെന്ത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം. അത്യാവശ്യം ലെന്തുള്ള ഒരു പൈപ്പ് ലൈനാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിലും നീളമുള്ള ലെന്തുള്ള പൈപ്പ് ലൈൻസ് ആയിരിക്കും നിങ്ങൾ റിയൽ വേൾഡിൽ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നീളമുള്ള പൈപ്പ് ലൈൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് പലതവണ റണ്ണ് ചെയ്യേണ്ടി വരുന്നത്, പലതവണ ടൈപ്പ് ചെയ്യേണ്ടി വരുന്നത്, ഇതൊക്കെ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയും നീളമുള്ള പൈപ്പ് ലൈൻസിന് നമ്മളൊരു വിളിപ്പേര് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ചെല്ലപ്പേര്, അല്ലെങ്കിൽ ഒരു നിക്ക് നെയിം പറഞ്ഞു കൊടുക്കുക. അതിനെയാണ് ഈ ഏലിയാസ് എന്ന് പറയുന്ന ടേം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബേസിക്കലി നമ്മൾ ഫ്രണ്ട്സിന് ചിലവർക്ക് നല്ല നീളമുള്ള പേരുണ്ടായിരിക്കും. അപ്പോൾ അവരെ നമ്മൾ സ്നേഹത്തോടെ വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെല്ലപ്പേരോ ഒരു നിക്ക് നെയിമോ പറഞ്ഞു കൊടുക്കും. അതുപോലെ നമ്മളെ പൈപ്പ് ലൈനിനും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ചെല്ലപ്പേര് അല്ലെങ്കിൽ ഒരു നിക്ക് നെയിമിനെയാണ് ഈ ഏലിയാസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏലിയാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഏലിയാസ് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത് ഒരു പർട്ടിക്കുലർ ഫയലിലാണ്. ആ ഫയലിൻ്റെ പേര് .bash_alias എന്നാണ്. അതിപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിൻ്റെ ആക്സസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ബേസിക്കലി നിങ്ങളെ യൂസർ ഡയറക്ടറിക്കകത്ത് പോയിട്ട്, ഇപ്പോൾ എൻ്റെ യൂസർ ഡയറക്ടറി പൈ ആണ്, ഇപ്പോൾ ഞാൻ പൈക്കകത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ യൂസർ ഡയറക്ടറിക്കകത്ത് പോവുക, അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങളൊരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യുക, അതിന് .bash_alias എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ആ ഫയൽ ഓപ്പൺ ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇതുവരെ പഠിച്ച മെത്തേഡ് ക്യാറ്റ് കമാൻഡിൻ്റെ ഔട്ട്പുട്ട് സ്ട്രീം റീഡയറക്റ്റ് ചെയ്യുന്ന മെത്തേഡാണ്. അത് ക്യാറ്റ് കമാൻഡ് വെച്ച് ഞാൻ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ആ ഫയലിൻ്റെ പേര് എന്ത് കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്, bash_alias. ഓക്കെ, aliases. ഓക്കെ, ഇങ്ങനെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം.
ഓക്കെ, ഈ ഡോട്ട് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഫയൽ ഹിഡൻ ഫയലായിട്ടാണ് സിസ്റ്റം എടുക്കുന്നത്. ഓക്കെ ഓക്കെ ക്യാറ്റ് ഡോട്ട് ബാഷ് ഈ എന്തുകൊണ്ട് ഞാൻ ഡോട്ട് ബാഷ് ഏലിയാസസ് ഒന്ന് തന്നെ കൊടുക്കണമെന്ന് പറയാൻ ഒരു കാരണമുണ്ട്, അത് ഞാൻ പറയാം. ഓക്കെ, ഞാൻ എന്നിട്ട് ഇതിനകത്ത് നിങ്ങളുടെ ഏലിയാസ് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഏലിയാസ് പറഞ്ഞു കൊടുക്കേണ്ട സിൻറ്റാക്സ് എന്തെന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ഏലിയാസ് എന്ന് പറഞ്ഞ് പറയുക. എന്നിട്ട് നിങ്ങൾ ഈ നിങ്ങളുടെ പൈപ്പ് ലൈനിന് എന്ത് പേരാണോ നിങ്ങൾ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഞാനിവിടെ കുട്ടേട്ട എന്ന് പറയുന്ന ഒരു പേര് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഈക്വൽ ടു കൊടുക്കുക, സിംഗിൾ കോഡ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സിംഗിൾ കോഡ്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതെന്തുകൊണ്ടെന്ന് ഞാൻ പറയാം. ഓക്കെ, ഞാൻ ഈ പൈപ്പ് ലൈൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. date dot txt cut dash t dash 4 net t time dot txt exargs echo time is. ഓക്കെ, എന്നിട്ട് ഞാൻ സിംഗിൾ കോഡ്സ് ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ നിങ്ങളുടെ പൈപ്പ് ലൈൻ ഇതിനകത്ത് പറഞ്ഞു കൊടുക്കുക. ഈ പൈപ്പ് ലൈനിൻ്റെ വിളിപ്പേര് എന്താണ്, ഇപ്പോൾ കുട്ടേട്ട എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ എന്തുകൊണ്ട് സിംഗിൾ കോഡ്സിൽ തുടങ്ങണമെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കിവിടെ ഡബിൾ കോഡ്സും കൊടുക്കുക, നോട്ട് എ പ്രോബ്ലം. പക്ഷേ ഇതിന് നിങ്ങൾ കൊടുക്കുന്ന പൈപ്പ് ലൈനിനകത്ത് ഏതെങ്കിലും ഒരു കമാൻഡിനകത്ത് ഈ ഡബിൾ കോഡ്സ് കിടപ്പുണ്ടെങ്കിൽ ഈ ഒരു പൈപ്പ് ലൈൻ റൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഷെല്ലിൻ്റെ ഇൻ്റർപ്രറ്ററിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അതായത് ഏത് ഡബിൾ കോഡ്സിനകത്താണ് കിടക്കുന്ന വാല്യൂ ആണ് ആക്ച്വലി കമാൻഡ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ അത് കാരണം ചിലപ്പോൾ നമ്മുടെ ഇൻ്റർപ്രറ്റർ ഒരു എറർ കാണിക്കാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളെ പൈപ്പ് ലൈൻ അല്ലെങ്കിൽ നിങ്ങളുടെ കമാൻഡ് സിംഗിൾ കോഡ്സിനകത്ത് തന്നെ കൊടുക്കണമെന്ന് പറയാൻ കാരണം. ഓക്കെ, അങ്ങനെ ഇത് പലർക്കും അറിയാമായിരിക്കും, ചിലവർ അറിഞ്ഞുകൊണ്ടും ചിലപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത് പോകുന്ന ആ ഫ്ലോയിലങ്ങ് വരുത്താൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, ഞാനിത് എൻ്റർ അടിച്ചിട്ട് എക്സിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഞാൻ ക്യാറ്റ് കമാൻഡ് കൊടുത്തിട്ട് ഡോട്ട് ഡാഷ് അണ്ടർസ്കോർ ഏലിയാസ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പൈപ്പ് ലൈൻ ഇതിനകത്ത് റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് LS അടിച്ചു കഴിഞ്ഞാൽ ആ ഫയൽ നമ്മൾ നേരത്തെ പൈപ്പ് ലൈൻ നമ്മൾ കമാൻഡിൽ തന്നെ റൺ ചെയ്തപ്പോഴത്തേക്ക് ക്രിയേറ്റ് ചെയ്ത 2 ഫയൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഞാനൊന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ള കമാൻഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. RM എന്നാണ് കമാൻഡിൻ്റെ പേര്. ഓക്കെ, ഞാൻ അത് വെച്ച് റിമൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുത്ത പൈപ്പ് ലൈനിൻ്റെ പേരെന്തായിരുന്നു, കുട്ടേട്ട എന്നായിരുന്നു. അപ്പോൾ കുട്ടേട്ട ഒന്ന് റൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ കണ്ടോ, കുട്ടേട്ട എന്ന് പറയുന്ന കമാൻഡ് ബേസിക്കലി നമ്മൾ നേരത്തെ കമാൻഡ് ലൈനിൽ തന്നെ റൺ ചെയ്തപ്പോൾ കിട്ടിയ സെയിം ഔട്ട്പുട്ട് തന്നെയാണ് ഇവിടെ കിട്ടിയത്. ഓക്കെ, ടൈമിൽ ചെറിയ വ്യത്യാസമുണ്ട്, കാരണം അത് കുറച്ച് മുമ്പത്തെ ടൈമിൽ റൺ ചെയ്ത കമാൻഡ് ആയതുകൊണ്ടാണ്. ഓക്കെ, ഉണ്ടോ, എക്കോ എന്ന് പറയുന്ന കമാൻഡിൻ്റെ ഔട്ട്പുട്ടായിരുന്നു ടൈം ഈസ്. ഓക്കെ, ആദ്യം അത് കമാൻഡ് ലൈൻ ആർഗ്യുമെൻ്റ് ആയിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് അതിലേക്ക് വരുന്ന ഡേറ്റ അതെടുത്ത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിലേക്ക് വെച്ചത്. ഓക്കെ, അതേപോലെ നമ്മൾ 2 ഫയലിൽ റൈറ്റ് ചെയ്ത് വെച്ചിരുന്നു അല്ലേ, ഉണ്ടോ, date.txt time.txt വീണ്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്യാറ്റ് date.txt ഒന്ന് പ്രിൻറ്റ് ചെയ്യണം, അതിനകത്ത് ഫുൾ ഡേറ്റും കാണും. അതേപോലെ ക്യാറ്റ് time.txt നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ സെയിം ടൈം അതിനകത്തും കാണണം. time.txt കണ്ടോ, സെയിം ടൈം അതിനകത്ത് റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഏലിയാസസിൻ്റെ ഒരു ഗുണം. ഓക്കെ, ചിലർക്ക് ഈ ഒരു നമ്മളിപ്പോൾ ഇതുപോലെ ഏലിയാസ് ക്രിയേറ്റ് ചെയ്തിട്ട് അവരുടെ ഏലിയാസിൻ്റെ പേര് റൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു കമാൻഡ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞ എറർ കാണിക്കാൻ ചാൻസ് ഉണ്ട്. അതിന് കാരണം എന്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഷെല്ല് നിങ്ങൾ റൺ ചെയ്യുമ്പോഴത്തേക്കും ചില സാഹചര്യങ്ങളിൽ അതിൻ്റെ എൻവയറമെൻറ്റ് ഫയൽ അത് ലോഡ് ചെയ്യാതിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു എറർ വരാൻ കാരണം. ഓക്കെ, ബേസിക്കലി ഈ എൻവയറമെൻറ്റ് ഫയൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ ഡയറക്ടറിക്കകത്ത് കാണാൻ പറ്റും. ls-a കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ -rc എന്ന് പറയുന്ന ഒരു ഫയലുണ്ട്. ഓക്കെ, ഇതാണ് ബേസിക്കലി എൻവയറമെൻറ്റ് ഫയൽ. ഇത് ലോഡ് ചെയ്യാത്തത് കൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഏലിയാസ് വർക്ക് ചെയ്യാതിരിക്കാൻ കാരണം. ഞാൻ നമ്മൾ കമാൻഡ് ലൈനിലൊരു എഡിറ്ററുണ്ട്, അതിനാണ് വിം എന്ന് പറയുന്നത്. വിമ്മൊക്കെ ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് ഇപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ വിം എന്ന് പറഞ്ഞ എഡിറ്റർ ഉപയോഗിച്ചിട്ട് ഞാൻ ഈ ഫയൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, -rc. ഓക്കെ, ഞാൻ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബേസിക്കലി ഇതൊരു ടെക്സ്റ്റ് എഡിറ്ററാണ്, ഒരു നോട്ട് പാഡ്, കമാൻഡ് ലൈനകത്തുള്ള ഒരു നോട്ട് പാഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ അതിനകത്തൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കിടക്കുന്നുണ്ടോ, ഇതിനകത്ത് --aliases എന്ന് പറയുന്ന ഒരു ഫയലിൻ്റെ പാത്ത് പറഞ്ഞു കൊടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, യൂസർ ഡയറക്ടറിക്കകത്ത്, അതാണ് ടിൽഡേ സിമ്പിൾ കിടക്കുന്നത്. യൂസർ ഡയറക്ടറിക്കകത്ത് .aliases എന്ന് പറയുന്ന ഒരു ഫയൽ ഉണ്ടെങ്കിൽ അതിനെ ചൂസ് ചെയ്യുക. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ ഏലിയാസസ് എല്ലാം
.bash_aliases എന്ന് പറയുന്ന ഫയലിനകത്ത് നിങ്ങൾ റൈറ്റ് ചെയ്ത് വയ്ക്കണമെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ട് ഞാൻ .bash_alias എന്ന് പറയാൻ കാരണം, ഇപ്പോൾ എന്ത് പേര് കൊടുക്കാൻ കാരണമെന്ന് ഇപ്പോൾ മനസ്സിലായി കാണും. അതുപോലെ ഈ .bashrc എന്ന് പറയുന്ന ഈ ഒരു എൻവയറമെൻറ്റ് ഫയൽ ബേസിക്കലി ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫയൽ ലോഡ് ചെയ്താലേ നമ്മുടെ ടെർമിനലിൽ അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ലോഡ് ചെയ്യാതിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ ഏലിയാസ് ചിലപ്പോൾ റൺ ആവാതിരിക്കാൻ കാരണം. ഓക്കെ, ഞാനിപ്പോൾ ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ലോഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ സോഴ്സ് എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കുക. സോഴ്സ് എന്ന് പറഞ്ഞ കമാൻഡ് കൊടുത്തിട്ട് നിങ്ങളുടെ ഈ bashrc എന്ന് പറയുന്ന കമാൻഡ് റൺ ചെയ്താൽ മാത്രം മതി. ഓക്കെ, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഏലിയാസിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏലിയാസ് റൺ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏലിയാസിൻ്റെ കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്കിനി ഒരു കാര്യം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഏലിയാസും പൈപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ ക്യാറ്റ് എന്ന് പറയുന്ന കമാൻഡ് ഒന്നുകൂടെ അപ്പൻഡ് ചെയ്യണം. ഓക്കെ, അപ്പൻഡ് മോഡിൽ ഓപ്പൺ ചെയ്യണം. .bash_aliases എന്ന് പറയുന്ന കമാൻഡ് എടുത്തിട്ട് ഞാൻ അതിനകത്ത് കട്ട് എന്ന് പറയുന്ന കമാൻഡ് വീണ്ടും ഉപയോഗിക്കുന്നു. -d കോളൻ വെച്ച് ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ സെക്കൻഡ് പാർട്ടാണ് എടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ ടൈപ്പ് ചെയ്യാണ്. സോറി, ഞാൻ ഏലിയാസ് കൊടുത്തില്ലല്ലോ, ഏലിയാസ് അല്ലേ കൊടുക്കേണ്ടത്. ഏലിയാസ് സുഭാഷേ എന്ന് പറഞ്ഞു. സുഭാഷേ ഈക്വൽ ടു സിംഗിൾ കോട്ട്സിനകത്ത് കൊടുക്കുക, കട്ട് കമാൻഡ് കൊടുക്കുക, -d കോളൻ വെച്ച് സ്പ്ലിറ്റ് ചെയ്യാം. -f സെക്കൻഡ് പാർട്ട് എടുക്കാം, പൈപ്പ് ലൈൻ ചെയ്യാം, exarch കൊടുക്കാം, exarch. അതിന് മുമ്പ് നമുക്ക് ഒരു ഫയലിലേക്ക് കൂടെ മിനിറ്റ്സ് ആയിരിക്കും, minutes.txt പൈപ്പ് ലൈൻ ചെയ്യുക, exarch echo min എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഞാൻ സിംഗിൾ കോട്ട്സ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ക്യാറ്റ് ചെയ്ത് നോക്കാം. .bash_aliases ഇതിനകത്താണ് നമ്മൾ ഏലിയാസ് എല്ലാം റൈറ്റ് ചെയ്ത് വയ്ക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 2 ഏലിയാസുകൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കുട്ടേട്ടനും സുഭാഷും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു നമുക്ക് അതിനു മുമ്പേ ആ ഒരു എൻവയറമെൻറ്റ് ഫയൽ ഒന്ന് ലോഡ് ചെയ്യാം. നമ്മൾ പുതിയൊരു ഏലിയാസ് ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ലോഡ് ചെയ്യാം. സോഴ്സ് .bashrc. ഓക്കെ, ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതെപ്പോഴും ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ 2 ഏലിയാസുകളും കൂടെ പൈപ്പ് ലൈൻ ചെയ്ത് നോക്കാം. അതായത് കുട്ടേട്ട പൈപ്പ് സുഭാഷേ. ഓക്കെ, കേട്ടോ. അതായത് കുട്ടേട്ടയിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് നമ്മൾ സുഭാഷിലേക്ക് എടുത്ത് സുഭാഷ് എന്ത് ചെയ്തു, അതിൽ നിന്ന് മിനിറ്റുകൾ മാത്രം സ്പ്ലിറ്റ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മളൊരു ഫയലിലും കൂടെ റൈറ്റ് ചെയ്തതായി നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, നമ്മളൊരു ഫയൽ, അതായത് മിനിറ്റ് എന്ന് പറയുന്ന ഒരു ഫയലിലും കൂടെ നമ്മൾ കമാൻഡ് ഉപയോഗിച്ച് റൈറ്റ് ചെയ്തു. ഓക്കെ, അതൊന്ന് നോക്കി നോക്കാം. ഓക്കെ, അതാ ഇവിടെ മിനിറ്റ്സ് എന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ മിനിറ്റ്സ് കാണാൻ പറ്റുമായിരിക്കും. ഓക്കെ, ഒന്ന് കാണിച്ചു തരാം. .txt ഒക്കെ കണ്ട 04. ഇനി നമ്മൾ ക്യാറ്റ് time.txt എന്ന് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ഈ മിനിറ്റാണ് ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് എടുത്ത് ചെയ്യണം. കണ്ടോ, അങ്ങനെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പൈപ്പ് ലൈൻസ് നിങ്ങൾക്കിങ്ങനെ ഏലിയാസും ചെയ്യാം. ആ ഏലിയാസിനെ നിങ്ങൾക്ക് പൈപ്പ് ലൈൻസിൽ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഏലിയാസിൻ്റെ ഗുണം നിങ്ങളൊന്ന് ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്രയും നീളമുള്ള അല്ലെങ്കിൽ ലെന്തുള്ള പൈപ്പ് ലൈൻസ് നിങ്ങൾക്ക് ഇത്രയും ചെറിയൊരു പേരിൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഭയങ്കര ഉപയോഗമുള്ളൊരു ഐഡിയ ആണ് ഈ ഏലിയാസും പൈപ്പ് ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഏലിയാസിന് നിങ്ങൾ പേര് കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ കുട്ടേട്ടനും സുഭാഷനും എന്ന് പറഞ്ഞ് കൊടുക്കരുത്. നിങ്ങൾ ഒഫീഷ്യൽ ഒരു വർക്ക് പ്ലേസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഈ പൈപ്പ് ലൈൻസിന് കൊടുക്കുന്ന പേരൊക്കെ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള പേരുകൾ തന്നെ കൊടുക്കുക. ഓക്കെ, ഞാൻ ജസ്റ്റ് ഫോർ ഫൺ ആൻഡ് എഡ്യൂക്കേഷൻ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിങ്ങനെ ഒരു കുട്ടേട്ടനും സുഭാഷനും എന്നൊക്കെ പറഞ്ഞ് പേര് കൊടുത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏലിയാസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു, ടേക്ക് കെയർ.